ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്കിനി പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ സാധാരണ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അരിപ്പൊടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചോറാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ആ ചോറ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചുമന്നരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ സ്പൂണിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ സ്പൂൺ നോക്കിയിട്ട് വേണം 1/2 ടീസ്പൂൺ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഈസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. നമുക്ക് അരച്ച ശേഷം മാത്രം ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ വെള്ളം നന്നായിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിലെ ഭാഗമൊക്കെ പൊടി നന്നായിട്ടൊന്ന് നനയാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിനകത്ത് വെള്ളം വറ്റി പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ടോട്ടൽ നമ്മൾ അരച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കി എത്ര വെള്ളം ചേർത്തിട്ടുണ്ടെന്നുള്ളത് കറക്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം മാത്രം നമുക്ക് ബാക്കി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അരച്ച് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ നോക്കിയിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് അരയണ പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് കുറച്ച് മാവ് കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ 2 ടീസ്പൂൺ വെള്ളം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടോട്ടൽ 1.5 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പത്തിൻ്റെ ബാറ്റർ നമ്മൾ ലൂസ് ആവാൻ പാടില്ല, എന്നാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം നമുക്ക് ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ മാവ് അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ മാവ് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച ശേഷം 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതല്ല, നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നേരം വരെ വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാവ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ്. ഇനി നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
അരക്കണ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇളം ചൂടുവെള്ളം ഒഴിച്ച ശേഷം നമ്മൾ അപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോഴേക്കും നമുക്കിത് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. ഇനി നമുക്ക് അപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നോക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ബാറ്ററിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലപ്പത്തിൻ്റെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് പാലപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. പാലപ്പത്തിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചിറ്റിച്ച് കൊടുക്കുക. നന്നായിട്ട് ചിറ്റിച്ച് കൊടുത്ത ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് മൂടി വെച്ച ശേഷം വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും ഹൈയിൽ വെക്കരുത്. നല്ല അത്ര അധികം ചൂട് വേണ്ട, എന്നാൽ മീഡിയം സൈസ് ചൂട് മതി. അതാകുമ്പോൾ നമ്മുടെ പാലപ്പം കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലപ്പം നല്ല സോഫ്റ്റ് പാലപ്പമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വളരെ നല്ല സോഫ്റ്റും പഞ്ഞി പോലത്തെ പാലപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് എളുപ്പം റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.